ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അവർ വേറിട്ടൊക്കെയാണ് താമസിച്ചിരുന്നത്. ശ്രീയുടെ വീട്ടിലും അല്ല, അതുപോലെ വർഷയുടെ വീട്ടിലും അല്ല അവർ താമസിച്ചിരുന്നത്, വേറെയാണ്. അങ്ങനെ ആ സമയത്ത് വളരെ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു സച്ചി ഇവനെ കണ്ടു കഴിഞ്ഞാൽ പലയിടത്ത് വെച്ച് കണ്ടിട്ടും അവിടെ വെച്ചിട്ടൊക്കെ ഇവനെ തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പായി വർഷയും ശ്രീയും കൂടി വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര ഒരു പൊസസീവ്നെസ് കൂടുതലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരേ ഒരു മകള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞത് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, തീരെ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അവൾക്ക് വേണ്ട സ്വർണങ്ങളൊക്കെ തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെ അവൾക്ക് AC വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് AC വേണ്ട പൈസ ഇപ്പോഴൊരു ചെക്കൊക്കെ തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ അതൊക്കെ അവർ നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസമാണെങ്കിൽ വർഷയെ വിളിച്ചപ്പോൾ വർഷയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ആ സമയത്ത് മനസ്സിലാക്കുകയാണ് ശ്രീകാന്തിന് ഒരു ഹോട്ടൽ, സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, നീ അത് നോക്കണ്ട, നീ എത്രയും വേഗം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നോക്ക്, നീ അതൊന്നും വൈകിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ശ്രീക്ക് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങിയിട്ട് അതൊക്കെയാണ് ആദ്യത്തെ ഞങ്ങളുടെ വലിയ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ റെസ്റ്റോറൻറ്റിലേക്കായിട്ട് അമ്മ ചെല്ലുകയാണ്. വർഷയുടെ അമ്മ ചെന്നിട്ട് ഒരു ചെക്കൊക്കെ ശ്രീക്ക് നീട്ടുന്നുണ്ട്. ശ്രീയോട് പറയാണ്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഈ ഒരു ചെറിയ ഹോട്ടലൊക്കെ ഇങ്ങനെ പണിച്ച ഷെഫൊക്കെ ആയി നിന്നിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നത്, സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി, ഇങ്ങനെ റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യത്തിൽ വൈകിക്കേണ്ട എന്നൊക്കെ പറഞ്ഞൊരു ചെക്ക്, ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുക്കണം, എത്ര പൈസ വേണമെങ്കിലും എഴുതിയെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ശ്രീക്ക് ഇഷ്ടപ്പെടില്ല. ശ്രീ അത് വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞ് പുറകെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീ അത് വാങ്ങിക്കാതെ പോവുകയും ചെയ്യാണ്. അങ്ങനെ സ്ത്രീക്ക് ദേഷ്യം വന്നിട്ട് സ്ത്രീ ആ ചെക്കൊക്കെ വർഷയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയാണ്, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടൊന്നല്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, അമ്മയോടുള്ള തെറ്റ് അമ്മയോട് തന്നെ ചോദിച്ചാൽ പോരെ, എന്നോട് എന്തിനാ ദേഷ്യം തീർക്കണമെന്നൊക്കെ പറയണം. അങ്ങനെ വർഷയാണെങ്കിൽ എന്താണ് അവൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്ന കാര്യം അവൾ അതിൽ ഫുള്ള് സപ്പോർട്ടോട് കൂടി അവൾ നിൽക്കും. ഒരാളെയും പേടിയില്ലാതെ അവൾ ഫുൾ സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വർഷയുടെ അമ്മ സച്ചിയുടെ ഒക്കെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ചെറിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ വീട്ടിൽ ഒരു 3 മുറിയേ ഉള്ളൂ, പിന്നെ ഹാളും അടുക്കള അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ 3 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഒരു ബെഡ്റൂമിലാണെങ്കിൽ അവിടെ ചന്ദ്രമതിയും അതുപോലെ രവീന്ദ്രനും, പിന്നെ ആണെങ്കിൽ ശ്രുതിയും ഒരു റൂമിൽ. ഇപ്പോൾ വർഷയുടെ കല്യാണം, അതായത് ശ്രീയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ശ്രീക്കും വർഷയ്ക്കും റൂമില്ലാതെ വന്നപ്പോൾ സച്ചിയുടെ രേവതിയുടെയും മുറി ചന്ദ്ര തന്നെ ഇടപെട്ടിട്ട് അതൊരു ബുദ്ധിപൂർവ്വം അവർക്ക് ആ റൂം വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ രേവതിക്കും സച്ചിക്കും സത്യത്തിൽ ഇപ്പോൾ മുറിയൊന്നുമില്ല, അവർ ഹാളിലും അതുപോലെ ടെറസിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു റൂം എത്രയും വേഗം പണിയാമെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വർഷ ഇതൊക്കെ വരുമ്പോൾ വർഷ പറയാണ്, ഇതൊക്കെ അങ്കിളുടെ കുഴപ്പമാണ്, ഒരു വീട് പണിയണ സമയത്ത് ഒരു പ്ലാനിങ് ഇല്ലാതൊക്കെ പണിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്കിളിന് 3 ആൺകുട്ടികളല്ലേ, അപ്പോൾ 3 ആൺകുട്ടികൾക്കും ആലോചിച്ച് ഒരു 3 ബെഡ്റൂം എന്തായാലും വേണം. പിന്നെ അപ്പം എങ്ങനെ നോക്കിയാൽ ഒരു 4 ബെഡ്റൂം വേണം. അതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ വീട് കെട്ടാനൊക്കെ ആയിട്ടെന്നൊക്കെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നുണ്ട് വർഷ. അങ്ങനെ എന്തായാലും ഒരു റൂം എത്രയും വേഗം ഉണ്ടാക്കാമെന്ന് രവീന്ദ്രൻ തീരുമാനിക്കുകയാണ്. പക്ഷേ രവീന്ദ്രൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല. കാരണം ഉണ്ടായിരുന്ന പൈസ മുഴുവനും സുതി തട്ടിക്കൊണ്ടുപോയി. ഒരു 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് അത് കൊണ്ടുപോയി, പിന്നെ 1 ലക്ഷം, അങ്ങനെ പല തവണയായിട്ട് പൈസകളൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് സുതി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വർഷയുടെ അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയാണ്. പക്ഷെ അതിങ്ങനെ പൈസയുടെ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഡെയിലി ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ വരികയാണ് വർഷയുടെ അമ്മ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു കുടുംബം പോലെയല്ലേ, നമ്മൾക്കത് എന്നോട് പറഞ്ഞാൽ പോരെ, ഞങ്ങളത് ചെയ്തു തരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചെക്ക് എഴുതി കൊടുക്കുകയാണ്. 5 ലക്ഷം രൂപയാണ് ഒരു റൂം പണിയാൻ വേണ്ടത്. അപ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്, ചെക്ക് നീട്ടി കൊടുക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് സച്ചി വരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താ ഇവിടെ നോട്ടീസൊക്കെ എന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോൾ സുധി പറയാൻ, നോട്ടീസ് ഒന്നല്ലടാ, അതായത് ഇവിടെ വർഷയുടെ അമ്മ 5 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തരുന്നതാണ് അത് ഒരു റൂം പണിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ചന്ദ്രയ്ക്ക് ഇത് കാണുമ്പോൾ കണ്ണൊക്കെ തള്ളി നിൽക്കുകയാണ്. ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര അത് വാങ്ങിക്കാൻ വേണ്ടി ചെക്ക് വാങ്ങിക്കാൻ വേണ്ടി എഴുന്നേൽറ്റ് നിൽക്കുമ്പോൾ അതായത് രവീന്ദ്രൻ ഒരു നോട്ടം നോക്കുന്നുണ്ട് ചന്ദ്രയെ. അപ്പം പെട്ടെന്ന് തന്നെ
അയ്യോ അതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്, ചെക്ക് വാങ്ങിക്കുന്നില്ല. അപ്പൊ സച്ചി ഈ ഒരു കാര്യം പറയുമ്പോൾ സച്ചി പറയാണ്, എന്തിനാണ് ഇത് ഇവരുടെ വീടല്ലല്ലോ, ഇവർ ഈ ഇവിടെ റൂം കെട്ടിയിട്ട് ഇവരുടെ ഭർത്താവും കൂടി ഇവിടെ എങ്ങനെ വന്ന് താമസിക്കുന്നുണ്ടോ, ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം നോക്കാനായിട്ട്, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായിട്ട് അതായത് അതിനൊക്കെ എതിർത്ത് സംസാരിക്കുകയാണ് ശ്രുതിയും അതുപോലെ ചന്ദ്രയൊക്കെ. നമ്മുടെ ശ്രീകാന്തിനും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ആ ചെക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ അമ്മ അങ്ങനെ ഒന്നും വെച്ചിട്ടല്ല തന്നതെന്ന് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ വർഷയുടെ അമ്മയ്ക്ക് ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോകണം, അതായത് ശ്രീയെയും വർഷയെയും ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം, അവരുടെ വീട്ടിൽ താമസിപ്പിക്കണം, ഒരു മകനെ പോലെ ഇവരെ ബന്ധമൊക്കെ അകറ്റി നിർത്തിയിട്ട് അവർക്കൊരു മകനായിട്ട് കിട്ടണം ശ്രീ. അങ്ങനെയൊക്കെയാണ് ഈ അമ്മയുടെ മനസ്സിലുള്ളത്. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ വർഷയ്ക്കില്ല. പക്ഷേ സച്ചിക്ക് അതൊക്കെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ തമ്മിൽ തല്ലുണ്ടാക്കണം, ഈ സഹോദരങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി തല്ലിപ്പിരിയണം. അങ്ങനെ വർഷയുടെ വീട്ടിലേക്ക് തിരികെ വരണം എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ്, ദുരുദ്ദേശത്തിൽ തന്നെയാണ് വർഷയുടെ അമ്മ ഇങ്ങനെ ഒരു ചെക്കുമായിട്ട് ഇവിടേക്ക് വരുന്നത്, ഇവരെ കൊച്ചാക്കാനുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു സംസാരത്തിൽ അതൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ഇത് വേണ്ടാന്ന് തീർത്ത് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ മകൾക്കും നിങ്ങളുടെ മരുമകനക്കും വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുത്തോ എന്ന് പറയണം. അവരൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്തോ ഈ പൈസയ്ക്ക് എന്ന് സച്ചി തുറന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീ പറയാണ്, നീ എന്താ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ വേറെ വീട് വെച്ച് താമസിക്കണമെന്നാണോ എന്ന് ശ്രീ ചോദിക്കുന്നുണ്ട് സച്ചിയോടായിട്ട്. അപ്പം പെട്ടെന്ന് സച്ചി പറഞ്ഞു പോവാണ്, അതൊക്കെ നിന്റെ ഇഷ്ടം, അതൊക്കെ വേറെ താമസിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുകയാണ്. ചന്ദ്രയും അതുപോലെ ശ്രുതിയും ഒക്കെ പറയുന്നുണ്ട്, അത് ശരി, ഞങ്ങളെയൊക്കെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഈ വീട്ടിൽ സുഖമായി കഴിയണം, അതാണ് നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ ആ ഒരു വാക്ക് വലിയ പ്രശ്നത്തിലേക്ക് വഴിവെക്കുകയാണ്. പിന്നെയും ശ്രുതി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സച്ചി ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രവീന്ദ്രൻ മിണ്ടാതിരിക്കാനൊന്നും പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മയാണെങ്കിൽ പുഞ്ചിരിക്കുകയാണ്. കാരണം തൻ്റെ പ്ലാൻ എന്തായാലും ഏറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവർ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകുകയും അവസാനം കയ്യാങ്കളിയിൽ അവസാനിക്കുകയും ചെയ്യാണ്. സച്ചിയാണെങ്കിൽ ശ്രുതി അടിക്കുകയാണ്, നീ കാരണമാണ് അച്ഛനിങ്ങനെ കടം പേടിക്കേണ്ട അവസ്ഥയും, അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഒരു റൂമല്ലടാ ഒരു വീട് വരെ മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു, നീയല്ലടാ അച്ഛൻ്റെ പൈസ കൊണ്ടുപോയി ഒളിച്ചോടിയത്, എന്നിട്ട് ഇപ്പോൾ നീ വലിയ വർത്താനം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല അടി അടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പിടിച്ച് മാറ്റുന്നുണ്ട്, അതെ അവരടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നല്ല അടി കൊടുക്കുകയാണ്. അങ്ങനെ ഈ അടിയൊക്കെ കാണുമ്പോൾ അവർ പറയാണ്, നിങ്ങൾ ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ അടി കൂടല്ലേ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. കണ്ടില്ലേ, പുറത്തുനിന്ന് ഒരാൾ വന്നിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അടി കൂടല്ലേ എന്ന് പറയുമ്പോൾ സച്ചി എടുത്ത വഴിക്ക് പറയാണ്, അവരുടെ ആഗ്രഹം അതായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു ചെക്കും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്, നമ്മൾ തമ്മിൽ അടി കൂടാനാണ്, അത് അവരുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ശ്രീയുടെ അതായത് വർഷയുടെ അമ്മ പറയാണ്, ഒരിക്കലുമല്ല, ഞാനൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ വെറുതെ എന്നെ ഓരോന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വഴക്ക് പറഞ്ഞു. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കില്ല, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നിങ്ങൾക്ക് എപ്പോഴാണ് പൈസയ്ക്ക് ആവശ്യം എന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി, ഇത് എൻ്റെ മകൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്, അവൾക്കൊരു ബുദ്ധിമുട്ടും തോന്നരുത്, ഉണ്ടാവരുത്, അതുപോലെ തന്നെ നമ്മളൊരു കുടുംബം പോലെ കരുതിയിട്ടാണ് ഞാനിതൊക്കെ കൊണ്ടുവന്നത്, ഞാനന്ന് ഇറങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ വർഷയുടെ അമ്മ ആ ചെരുപ്പിടാൻ നേരത്തൊക്കെ പുഞ്ചിരിച്ച് മനസ്സൊക്കെ നിറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ വർഷയുടെ അമ്മയെ കുറ്റം പറഞ്ഞ് കാണുമ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരാണ്. കാരണം വർഷയ്ക്ക് അറിയില്ല വർഷയുടെ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതൊന്നും. അങ്ങനെ അവിടെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ശ്രീ പറയുന്നുണ്ട് വർഷയോടായിട്ട്, ഇവിടെ നടക്കണ ഒരു കാര്യം നിന്റെ അമ്മയെ നീ വിളിച്ച് പറയരുത്, പറയുകയാണെങ്കിൽ എന്നോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അറിയിച്ചാൽ മതി, നിന്റെ അമ്മ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇവിടേക്ക് വരും, ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ശ്രീ വർഷയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും റൂം കെട്ടേണ്ട കാര്യത്തിൽ, ഒരു റൂം പണിയേണ്ട കാര്യത്തിൽ അത് സച്ചി തന്നെ ഏറ്റെടുക്കുകയാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു റൂം പണിതോളാം എന്ന് സച്ചിയും രേവതിയും കൂടി ഒരു ശബ്ദം പോലെ എടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ട പൈസ ഒക്കെ സ്വരുക്കൂട്ടി ഒരു റൂം പണിയാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് സച്ചി പിന്നീട് മുന്നോട്ട് പോകുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, അച്ഛനെ കടം വാങ്ങിക്കാതൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂം കെട്ടാനൊക്കെയാണ് സച്ചി പിന്നെ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.